ഹലോ, എടാ എന്താടാ? ഇല്ലല്ലേ, ശരിടാ, ഓക്കെ. ഹലോ, എടാ എനിക്കിച്ചിരി പൈസയുടെ ആവശ്യമുണ്ടായിരുന്നേ. അപ്പം നിൻ്റെങ്കിലൊരു 10,000 രൂപ മുറിക്കാനുണ്ടാവും. ഇച്ചിരി അത്യാവശ്യമായിരുന്നു. ഇല്ല, ഇന്ന് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തരാം. ഉടനെ ഒരു മാസത്തെ സമയം തന്നാൽ മതി. ഇല്ല ഇല്ലടാ, എനിക്ക് ജോലിയില്ലാത്ത ചെറിയൊരു സീനുണ്ട്. അപ്പോൾ ഈ ആഴ്ച അടുത്ത ജോലിക്ക് കയറും. അപ്പോൾ ഞാൻ അതിൻ്റെ പൈസ തന്നേക്കാം, ശമ്പളം കിട്ടുമ്പോൾ തന്നെ. 5,000 രൂപ മതി, ഞാൻ തരാം മാസം. ചെറിയ അത്യാവശ്യം വണ്ടിപ്പണിയും വന്നു, പിന്നെ ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ അത്യാവശ്യമായിട്ടാണ് കേട്ടോ. ഓ താങ്ക് യു. ശരിയടാ, ഓക്കെ. ആരെ വിളിക്കാം? ആടാ, എന്നാണ്ട് വിശേഷം? സുഖല്ലേ? എവിടെ ഇപ്പോൾ? ഓ, കൊച്ചിയിലുണ്ടല്ലേ? ഇല്ല, ഞാൻ വീട്ടിലാണ് ഉണ്ടാകെ. ഇല്ല, ഞാൻ വിളിച്ചത് എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു പൈസ വേണമായിരുന്നു, 5,000 രൂപ. അതാണ് ഞാൻ വിളിച്ചേ. ആണോ? ശരിയടാ, കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചതേ ഉള്ളൂ. ഇല്ല, കുഴപ്പമില്ല. നിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആവും? ആണല്ലേ, കുഴപ്പമില്ലാവുന്നല്ലോ. എന്തില്ല, ഓക്കെ. ശരി, നടക്കട്ടെ. ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ, അത്യാവശ്യം വേണ്ടി. ഓക്കെ, ശരി. ഹലോ, എടിയേ. ഇല്ല ഞാൻ കൊച്ചിയിലല്ലേ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് വീട്ടിലാണ്. ഇല്ലില്ല, ഇന്ന് ഞാൻ ജോലി ഇറങ്ങിയായിരുന്നു. ജോലിയിൽ നിന്ന് ഇല്ല, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും എടുക്കാനുണ്ടാവും. ഇല്ലല്ലേ, ഞാൻ മാസാവസാനമൊക്കെ ആയതുകൊണ്ട് ഞാൻ 2-3 പേരോട് ചോദിച്ചു. അപ്പോൾ അറിയില്ല, അതാണ്. ഇല്ല, കുഴപ്പമില്ല. ഞാനത് നോക്കട്ടെ, ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, എനിക്കൊരു 5,000 രൂപ ഒപ്പിച്ചു. 5,000 രൂപയുടെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. നീ നോക്കിയിട്ട് വിളിക്കാട്ടോ. ശരി, താങ്ക് യു. ഇനി ആരാ വിളിക്കുക? ഹലോ മാമ, എന്നാണ്ട് വിശേഷം? സുഖല്ലേ? ഇല്ല, ഞാൻ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നിട്ടല്ല ഇറങ്ങാം. വിഷയമില്ല. ഇവിടെ വീട്ടിലിച്ചിരി പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇല്ല, ഞാനിപ്പോൾ മിനിഞ്ഞാൻ നടന്നേ ഉള്ളൂ. മറ്റേ എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് വന്നതാ. ഇല്ല, ജോലി ഞാൻ ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. വണ്ടി ചെറിയൊരു പണിയോടെ കിട്ടിയിട്ട്, അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ ഇങ്ങനെ. വാപ്പ വിളിച്ചില്ലല്ലേ? വിളിച്ചോളും. അത് എനിക്ക് തോന്നുന്നു പുള്ളിയും തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും.
ആ ആ ഇല്ലേ മാമ ഒരു 5,000 രൂപ എടുക്കാനുണ്ടാവും കയ്യിൽ. ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. 2,000 ഉള്ളത് മതി, കാരണം ബാക്കി ഞാൻ നോക്കട്ടെ. അല്ല ഇപ്പം ഉള്ളതായാലും മതി. ആ ശരി. ജോലി ഞാൻ നോക്കുന്നുണ്ട്. പുറത്തോട്ട് പോകാം പുറത്തോട്ട് പോകാം. ഇല്ല അപ്പച്ചി കേസ് ഇടയ്ക്ക് ആക്സിഡൻറ്റുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചവിട്ടി നിർത്തിയേക്കുക. ഫിനാൻഷ്യൽ അറിയാലോ. ശരി മാമ, 2,000 ഇട്ടേരും കേട്ടോ. ഞാൻ വിളിക്കാം. നീ ഇടയ്ക്ക് ഇത് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തന്നോളാം. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു. ഓക്കെ മാമ, അസ്സലാമു അലൈക്കും. 1,000 രൂപ ഒപ്പിക്കണമല്ലോ. പറയടാ. ഞാൻ ഇവിടെ വീട്ടില് ചുമ്മാ ഇരിക്കുന്നു. എന്ത് പരിപാടി? വണ്ടിക്കും പണിക്ക് കയറ്റി. എഞ്ചിൻ പണി അത് ഞാൻ ഒഴിക്കാൻ മറന്നുവിടാ. ഞാനവിടെ വണ്ടി കുറെ ഓടിക്കട്ടെ, അതുകൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ നമ്മുടെ പെണ്ണിനെ വിളിച്ചിട്ട് പൈസ കൊടുക്കണ്ടായിരുന്നേ. ഏതാ നമ്മുടെ അവന് തന്നെ, അത് തന്നെ. കഴിച്ചാൽ മേടിച്ചായിരുന്നു കുറച്ച് പൈസ. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആരോടും ചോദിച്ചിട്ട് ഇപ്പം കിട്ടിയില്ല. എന്ത് ചെയ്യാൻ, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. മൊത്തത്തിൽ പ്രശ്നമാടാ. ജോലിയില്ല, പൈസ ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പണിയും എല്ലാം പ്രശ്നങ്ങളാണ്. ഇൻ്റർവ്യൂ കുറെ അറ്റൻഡ് ചെയ്യടാ, ഒന്നും സെറ്റാവുന്നില്ല. എന്ത് ചെയ്യാം, കുറെ ശ്രമിച്ചതാ. സമയത്തിൻ്റെ അത് തന്നെ എന്നാ ചെയ്യാൻ. ഇങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വീട്ടിലും പ്രശ്നങ്ങളാണ്, നിനക്കറിയത്തില്ലേ. വണ്ടി ഇടിച്ചിട്ട് അതിൻ്റെ കുറേ ബാധകളും ആയി. എനിക്കും ജോലിയില്ല. സത്യം പറഞ്ഞാൽ ജോലി ഇട്ടിട്ട് വന്നതുകൊണ്ട് എന്ത് ചെയ്യാനാടാ. നീ മറ്റേ ഇതൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയല്ലോ. ഫിറ്റ് ചെയ്ത് നമ്മുടെ പഴയ ടിക്ടോക്ക്. ദുബായിലായതുകൊണ്ട് ടിക്ടോക്ക് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അതുകൊള്ളാം. നടക്കട്ടെ, നാറ്റിക്കാനുള്ള പരിപാടിയാ. പിന്നെ നമ്മളുമായിട്ട് ആക്ഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ അതൊക്കെ ഉണ്ട്. അതെന്നെ അക്കൗണ്ടിക്കൊണ്ട് മറ്റേ നമ്മൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ. ശരി, നീ കൊളാബിയാൻ മറക്കണ്ട. കിടക്കട്ടെ, ചിലപ്പോൾ വല്ല റീച്ച് ആയി പോയാലോ അല്ലേ, നമ്മളെല്ലാം ഫേമസ് ആയി പോയാലോ. ഇത്ര പേര് അങ്ങനെ കയറിപ്പോയേക്കുന്നു. അതെ. ഇല്ല, റെഡിയായില്ല. ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും സെറ്റാകുന്നില്ല. കുറച്ചുകൂടെ പൈസ ഒരു 3,000 രൂപ കാണടാ. ബാക്കി കുറച്ച് അവിടെ നിന്നൊക്കെ കുറച്ച് മറിച്ച് 3,000 രൂപ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കറിയാം നിന്റെ അവസ്ഥ. എന്തായാലും നിന്റെ കല്യാണമൊക്കെ അല്ലേ. പോടാ, ഇന്ത്യയിൽ ഉണ്ടോ അതിന്? നിനക്കും ആവശ്യമുള്ളതല്ലേ? ഇല്ലടാ. ശരി, ഇപ്പം ഞങ്ങൾക്ക് അറിയണം. ഇല്ല, ഞാൻ ചോദിക്കാതെ തന്നെ നീട്ട് വരുമോ? അതെയോ, കഴിഞ്ഞ ദിവസം നീ എല്ലാം 500 ഇട്ടാന്ന്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. താങ്ക്സ് അല്ലേ. ഇല്ലടാ, നീ എനിക്ക് എന്നെ പറയണമെന്ന് അറിയത്തില്ല.
അത്യാവശ്യ സമയത്ത് വിളിച്ചവരെല്ലാവരും ഇല്ല ഇച്ചിരിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അന്ന് എനിക്ക് പൈസ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വരും. അതൊരു ഒരു നന്ദിയുണ്ടോ. ശരി, എനിക്കറിയാം നമ്മളുടെ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും താങ്ക്സ്. വിളിക്ക എന്നാ നീ വരുതേ? ശരി, ഞാൻ ഉണ്ടാവും. എടാ താങ്ക്സ് കൊണ്ടോടാ, പൈസ ഞാൻ കിട്ടുമ്പോൾ സെറ്റ് ചെയ്ത് തരാം. ഇല്ലടാ, എനിക്ക് തന്നില്ലൊരു ബുദ്ധിമുട്ടോ അല്ല, ഇന്നിപ്പോൾ ആ പൈസ കൊടുക്കേണ്ടതുകൊണ്ട് അത്യാവശ്യമുള്ളതുകൊണ്ട്. താങ്ക് യുടാ, താങ്ക് യു. ശരി, ഇല്ലടാ, താങ്ക്സ് ഡാ, താങ്ക് യു. ശരി ശരി.